ഹിസ്ബുള്ളയെ തുരത്തുന്നതിനായിട്ട് ഇസ്രായേൽ സേന ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതി ലബനനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള 60,000-ഓളം ജനങ്ങൾ, ഇസ്രായേൽ പൗരന്മാർ, അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ഒരു 10 മാസമായിട്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ളയെ തുരത്താതെ ഇസ്രായേലിന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജനങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വലിയ രീതിയിലുള്ളൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയെ ഇതുപോലെ നേരിടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ലെബനോനിലേക്ക് കടന്നു കയറുന്ന രീതിയിലേക്കുള്ള ഒരു കരയുദ്ധം പ്രഖ്യാപിച്ചതും അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലൊരു കരയുദ്ധം അവർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമാണ്. ഒരു തരത്തിലും ഇനി ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ളയെയും വെറുതെ വിടാൻ തങ്ങൾ തയ്യാറല്ല എന്നും പൂർണ്ണമായിട്ടും ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുന്നതിനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൈനിക നടപടിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇറാനിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. സാധാരണ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും കാണാറ്. അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ഒരു സൂചന നൽകുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റുമാരെല്ലാവരും ചില പ്രസ്താവനകളും ചില വീഡിയോകളൊക്കെ അവരുടെ പലപ്പോഴായിട്ട് പുറത്തേക്ക് വരാറുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ്റെ ജനങ്ങളോട് അല്ലെങ്കിൽ ഇറാനിൽ താമസിക്കുന്ന ഇറാനിയൻ പൗരന്മാരോട് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്: നിങ്ങളെ ഞങ്ങൾ സ്വതന്ത്രരാക്കുമെന്നും നിങ്ങളുടെ ഭരണ സംവിധാനത്തിൽ ഇന്ന് ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഭരണകൂടത്തെ അത് പൂർണ്ണമായിട്ടും തങ്ങൾ ഇല്ലായ്മ ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു സൗഹാർദ്ദത്തിലേക്ക് നമ്മൾക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും, അതിനായിട്ടുള്ളൊരു പോരാട്ടം തങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നുവെന്നും ഇറാനിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഇറാനിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലവുമില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ തന്നെ ഒരു വീഡിയോ ദൃശ്യം അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്: ഇറാനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇറാൻ പിന്തുണക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളെയെല്ലാം തന്നെ ലോകത്ത് എവിടെയാണെങ്കിലും അവരെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ നടപടികൾ കൃത്യമായിട്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പിന്തുണവും നിർദ്ദേശവും ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ തലവൻ മരിച്ചതിന് പിന്നാലെ നിരവധി ഭീകരവാദികളെയാണ് ഇസ്രായേൽ നിരന്തരമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഹൂത്തി ഭീകരന്മാരുടെ വലിയ ആക്രമണം അത് പൂർണ്ണമായിട്ടും ചെങ്കടലിൽ കൂടി കടന്നു പോകുന്ന ഓരോ കപ്പലുകൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ഒരു 8 മാസത്തിനിടയിൽ ഇവരുടെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോലും പോയ ഒരു കപ്പൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒരു ബ്രിട്ടീഷ് കപ്പൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിലേക്ക് പോയത് എടുത്തുകൊണ്ട് അവർ അവരുടെ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അത് ഇപ്പോഴും വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരെ ചെയ്ത ഒരു ഭീകരവാദ ഗ്രൂപ്പാണ് യമനിലെ ഹൂത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൂത്തി ഭീകരവാദികൾക്കെതിരെയും പൂർണ്ണമായിട്ട് വലിയ രീതിയിലുള്ളൊരു ആക്രമണ പദ്ധതിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും നമ്മളൊന്ന് ഇസ്രായേലിൻ്റെ യുദ്ധബുദ്ധി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പാലസ്തീനിലെ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹമാസിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തന പദ്ധതികൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് ഇതുപോലെ ഒരു വലിയ രീതിയിലുള്ളൊരു ആക്രമണ പദ്ധതികൾ മറ്റ് ഭീകരവാദ സംഘടനകൾക്ക് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹമാസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഈ കേരളത്തിൽ പോലും കണ്ടിട്ടുണ്ട്. ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതൊരു സുന്നി സംഘടനയാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ആണെങ്കിൽ ഒരു ഷിയ സംഘടന കൂടിയാണ്. അപ്പോൾ ഈ 2 സംഘടനയെ പൂർണ്ണമായിട്ടും ഒരുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അവരെ ഒരു പോരാട്ട സംഘടനയാണ് എന്നുള്ള നിലയിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ യഹിയ സിൻവറിനെ പോലെയുള്ള ഹമാസിൻ്റെ തലവന്മാരുടെ ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ
പ്രധാനപ്പെട്ട ഹമാസിൻ്റെ പല നേതാക്കന്മാരുടെയും ഫ്ലക്സ് ബോർഡുകളൊക്കെ നമ്മൾക്കിപ്പോൾ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ ഈ ഭീകരവാദ സംഘടനകൾക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പിന്തുണ നിരന്തരമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പോലും ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ വലിയ പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ദിവസം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരമായിരുന്നു യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിൽ നടന്നത്. ജമ്മു കാശ്മീരിലെ ഹൂറിയത്ത് കോൺഫറൻസ്, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ തന്നെ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, നിരന്തരമായിട്ട് ഇതുപോലെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും പല ഘട്ടങ്ങളിലായിട്ട് ഇതുപോലുള്ള സംഘടനകളെ പരസ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകളുമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ദിവസം തന്നെ നിലവിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ആ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖം ഈ തീവ്രവാദി മരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ രേഖപ്പെടുത്തി. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള പദ്ധതികൾ അത് വർഷങ്ങളായിട്ട് ജമ്മു കാശ്മീരിൽ പോലും ഇവരെ പോലെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ സംഘടനകൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ വലിയ തരത്തിലുള്ള ഭീകരവേട്ടയാണ് ഇന്ന് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പോലും ഈ പറയുന്ന മതമൗലികവാദികളായിട്ടുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ നിരന്തരമായിട്ട് എതിർത്തുകൊണ്ട് അവർക്ക് എതിരെ പല പ്രോഗ്രാമുകളും സംഘടിപ്പിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ലോകം മുഴുവനുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഇന്ന് ഒരു തലവേദനയായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. യമനിലായിക്കോട്ടെ, അതോടൊപ്പം തന്നെ പാലസ്തീനിലായിക്കോട്ടെ, വെസ്റ്റ് ബാങ്കിലായിക്കോട്ടെ, ഇറാനിലായിക്കോട്ടെ, ഇറാഖിലായിക്കോട്ടെ, സിറിയയിലായിക്കോട്ടെ, ഇവിടെ എവിടെ വേണമെങ്കിലും തങ്ങൾക്ക് പോയി തങ്ങളുടെ ഇരയെ തേടി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വധിച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിരന്തരമായിട്ട് തെളിയിച്ചിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് വേണം നമ്മൾക്ക് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ആ ചിന്താഗതി കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടും ഇസ്രായേൽ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വലിയ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, എല്ലാ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും പല തട്ടിലായിട്ട് നിന്നുകൊണ്ടാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനവും പ്രതിപക്ഷ സംവിധാനവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ ഗ്രൂപ്പിനെയും ഒരുപോലെ തന്നെ ആക്രമിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരിശ്രമങ്ങളും നിരന്തരമായിട്ട് നടത്തുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതിനെ ഭരണ പ്രതിപക്ഷ സഖ്യം എന്നൊന്നും ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഭീകരവാദികളെ നശിപ്പിക്കുന്നതിനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പോരുന്നു എന്ന് തന്നെ നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.